السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على حبيب رب العالمين وعلى الآل والأصحاب كلهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: الدنيا كلها ملعون إلا ذكر الله ومن والاه أو عالما أو متعلما. صدق رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ അധ്യക്ഷൻ സയ്യിദ് അവർകൾ, ഈ സ്ഥാപനത്തിൻ്റെ സാരഥി അബൂ ഹനീഫൽ ഫൈസി ഉസ്താദ്, ഈ വേദിയിൽ സദസ്സിലും സന്നിഹിതരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ഇൽമിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലവരായ സഹോദരന്മാർ, സഹോദരികൾ, കൊണ്ടോട്ടി ബുഖാരിയുടെ വാർഷികം ആഘോഷിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശങ്ങളാണ് ഈ സ്ഥാപനം നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ രംഗത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായി നടക്കുന്നു എന്ന് ഇവിടെയുള്ള ഗവൺമെൻറ് ഏജൻസികളും എല്ലാ ജനങ്ങളും പറയുകയും പ്രശംസിക്കുകയും ചെയ്യാനുള്ള പ്രധാനമായ കാരണം, വിദ്യാഭ്യാസത്തോട് കൂറു പുലർത്തുന്ന എല്ലാ സംരംഭങ്ങളും ഈ സ്ഥാപനം ഉൾക്കൊള്ളുന്നു എന്നതാണ്. കേവലം വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന് നേട്ടം ഉണ്ടാവുകയില്ല എന്നും, ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യനും ഈ രാജ്യത്തിനും വിജയം ഉണ്ടാവുക എന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആത്മീയ സമ്മേളനം ഇതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും തെറ്റായ പ്രവണതകളിലേക്ക് ആധുനിക സമൂഹം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അധർമ്മങ്ങൾ ആണ് എല്ലാ സ്ഥലങ്ങളിലും കാണാനും കേൾക്കാനുമുള്ളത്. ലോകം മുഴുവനും നന്നാക്കാൻ അല്ല നാം ആദ്യമായി തീരുമാനിക്കേണ്ടത്. ഓരോ വ്യക്തിയുടെയും ആദ്യത്തെ ധർമ്മം സ്വന്തത്തെ നന്നാക്കുക എന്നതാണ്. അതിന് 4 കാര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്.
ശുദ്ധീകരണവും സംസ്കരണവും വരുത്തി സ്വന്തത്തെ നന്നാക്കുവാനും അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് നന്മകൾ സന്നിവേശിപ്പിക്കുവാനുമുള്ള 4 മാർഗങ്ങൾ. ഇത് ഔപചാരികതയുടെ ഉദ്ഘാടനം ആയതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. മനുഷ്യനെ വിജയിക്കുവാനുള്ള ഒന്നാമത്തെ വഴി അവൻ്റെ നിലപാട് നന്നാക്കലാണ്. നിലപാട് എന്നതാണ് ഈമാൻ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തിക്കും ഒരു സ്റ്റാൻഡ് വേണം. ആ സ്റ്റാൻഡാണ് ഈ പ്രപഞ്ചത്തെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു എല്ലാം കാണുന്നു, അവൻ അറിയുന്നു. അവനെ കബളിപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച ഒരു വിശ്വാസമാണ് ആദ്യമായി വേണ്ടത്. അത് മദ്രസയിൽ പഠിക്കുന്ന സമയത്തും അതിനു മുൻപും വീടുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നാം ആർജിച്ചെടുത്തതാണ്. എല്ലാം അറിയുന്നവൻ അള്ളാഹു എന്ന് തുടങ്ങുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കുട്ടികൾക്കുള്ള ആ പുസ്തകത്തിലെ വരികൾ മുതൽ അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇതാണ് ഈമാൻ. ഈമാൻ്റെ ഈ ആദ്യത്തെ ഭാഗം കുട്ടിക്കാലത്ത് തന്നെ ലഭിക്കുന്നത് കൊണ്ട് മലബാറിൽ, കേരളത്തിൽ ഉള്ള നമ്മളെല്ലാവരും വളരെ അഭിമാനമുള്ളവരാണ്. അല്ലാഹു തആല ഈ ഒരഭിമാനം നമ്മുടെ സന്താന പരമ്പരകളിലും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. രണ്ടാമത്തെ ധർമ്മം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കലാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ. സ്വാലിഹായ അമലുകൾ, ഈമാൻ ഉണ്ട്, അമലുകൾ ഇല്ല എങ്കിൽ അവൻ പരാജയപ്പെട്ടു പോകും. ഇന്ന് ചില ത്വരീഖത്തുകൾ എന്ന പേരിൽ നടക്കുന്ന വ്യാജ തരീഖത്തിൻ്റെ ആളുകൾ കർമ്മങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകാതെ ജനങ്ങളെ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഖുർആൻ വ്യക്തമായി പറയുന്നു, ഈമാൻ മാത്രം പോരാ, കർമ്മങ്ങൾ വേണം. 5 നേരത്തെ നിസ്കാരം വേണം, റമദാനിലെ വ്രതാനുഷ്ഠാനം വേണം, സമ്പത്തിൻ്റെ 2.5% പാവപ്പെട്ടവർക്ക് നൽകണം, ജീവിതത്തിൽ ഒരു തവണ തീർത്ഥയാത്ര ഹജ്ജ് കഅബയിൽ ചെന്ന് നിർവഹിക്കണം. ഇത് അടക്കമുള്ള കർമ്മങ്ങളുടെ ഒരു പട്ടിക നമ്മുടെ മുൻപിൽ ഇസ്ലാം പറഞ്ഞു തന്നു. അത് പഠിപ്പിക്കുന്ന അമലിയാത്ത് മദ്രസകളിൽ ഏറെ പ്രാധാന്യത്തോടെ നിലനിൽക്കുകയാണ്. മൂന്നാമത്തെ ധർമ്മം സംഘടനയിൽ പ്രവർത്തിക്കലാണ്. തവാസൗ ബിൽ ഹഖ്. അങ്ങുമിങ്ങും പറയാനും കേൾക്കാനുമുള്ള സൗകര്യം, അതാണ് സംഘടന. ഒറ്റയ്ക്ക് ജീവിച്ചാൽ അത് ലഭിക്കുകയില്ല. സംഘടനയിൽ നിൽക്കുമ്പോൾ ഹക്കായ കാര്യങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കും. പറയാനും സൗകര്യമുണ്ട്, കേൾക്കാനും സൗകര്യമുണ്ട്. നാലാമത്തേത് ഏറെ പ്രാധാന്യമുള്ള ക്ഷമയാണ്. ക്ഷമ ഉള്ള ആൾക്ക് ഇംഗ്ലീഷിൽ പറയുക പേഷ്യൻ്റ് എന്നാണ്. രോഗിക്കും പറയുക പേഷ്യൻ്റ് എന്നാണ്. പേഷ്യൻ്റ് രോഗിക്ക് പിന്നെ ക്ഷമിക്കുകയല്ലാതെ മാർഗമില്ല. രാവിലെ കട്ടിലിൽ കിടക്കാൻ ഡോക്ടർ പറയുന്നു, ഒരാഴ്ച കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ക്ഷമയോടുകൂടി രോഗി അവിടെ കിടന്നോളൂ. ആരോഗ്യമുള്ള ഒരാളോട് ഒരു കട്ടിൽ കാണിച്ചിട്ട് ഒരാഴ്ച ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് യഥാർത്ഥ ക്ഷമ ഉള്ളത് രോഗിയിലാണ്. അതുകൊണ്ടാണ്
ക്ഷമയുള്ളവൻ എന്ന അർത്ഥമുള്ള പേഷ്യൻ്റ് എന്ന പദം രോഗി എന്ന അർത്ഥത്തിന് പ്രയോഗിക്കുന്നത്. എന്നാൽ ഒരു രോഗി അവൻ്റെ രോഗം മാറാൻ വേണ്ടി ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ക്ഷമിക്കുന്നത് പോലെ പ്രവാചകന്മാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട്, ഗുരുനാഥന്മാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അവന് വിജയമുണ്ടാവുകയുള്ളൂ എന്ന് ഖുർആൻ പറയുകയാണ്. ആ ക്ഷമയുടെ ബാലപാഠങ്ങളാണ് കൂടിയിരിക്കുമ്പോൾ ലഭിക്കുക. ദിക്ർ ചെല്ലുന്നതിനേക്കാൾ ദിക്ർ ഹൽക്കയിൽ പങ്കെടുക്കുന്നതിന് പ്രാധാന്യമുണ്ടാകാനുള്ള കാരണം അതാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് നോക്കിയാൽ കാണാം, അവിടെ ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ആൾക്കൂട്ടത്തെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ഒരു ദിക്ർ ചെല്ലുന്ന മനുഷ്യന് ഒറ്റക്ക് ചെല്ലുന്ന ദിക്റിനേക്കാൾ എത്രയോ ഇരട്ടി കൂലി ദിക്റിന്റെ മജ്ലിസിൽ ഇരുന്ന് ചെല്ലുമ്പോൾ ലഭിക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് ക്ഷമയോടെ അവരോടൊപ്പം ഇരിക്കാൻ, അവരുടെ കൂടെ സമയം വിനിയോഗിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നുവെങ്കിൽ അത് ഈമാന്റെ അടയാളമാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശിയ്യ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നു, നിന്റെ ശരീരത്തെ രാവിലെയും വൈകുന്നേരവും അല്ല, ഒരു ദിവസം 5 നേരം നിസ്കരിക്കുന്ന ആളുകളോടൊപ്പം നിന്റെ ശരീരത്തെ നീ ഇരുത്തുക, അവരോടൊപ്പം ക്ഷമയോടെ കഴിയാൻ നീ പരിശീലിക്കുക. ആ പരിശീലനത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഘട്ടമാണ് ദിക്റുകളിൽ നാം കാണുന്നത്. ദിക്റുകളിൽ പങ്കെടുക്കാതെ, കൂട്ടായ്മയിൽ അംഗമാകാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു സൽസ്വഭാവവും സംസ്കരണവും ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, എവിടെ കൂട്ടായ്മകളുണ്ടോ അവിടെയെല്ലാം മഹാന്മാരായ സ്വഹാബത്ത് അവിടെ ഓടിയെത്തുകയാണ്. ഞാൻ എൻ്റെ കാര്യം നന്നാകാൻ ആവശ്യമുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, അതിനെ മജ്ലിസുകൾ വേണ്ട, ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകളൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ കഴിയും, നിർബന്ധമുള്ളതൊക്കെ അവിടെ നിർവഹിച്ച് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടുകൊള്ളും എന്നല്ല സ്വഹാബത്ത് വിചാരിച്ചത്. മറിച്ച് എവിടെയാണോ ആൾക്കൂട്ടങ്ങൾ, മുഅ്മിനീങ്ങൾ സംഗമിക്കുന്നത്, അവിടെ മഹാന്മാരായ സ്വഹാബിമാർ എത്തുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം, ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹവും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഒരു സ്ഥലത്ത് വെച്ച് കാണുന്ന സമയത്ത് അവർ പങ്കിടുന്ന വിചാരങ്ങൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്മാനോട് പറയുന്നു റളിയല്ലാഹു അൻഹു, മുഅ്മിനീങ്ങൾ സംഗമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ ഞാൻ ഉണ്ടായിരുന്നു, താങ്കൾ അന്ന് അവിടെ ഹാജർ ഉണ്ടായിരുന്നില്ല. ഇതൊരു വലിയ വിഷയമായി പറയാണ്. ആ സമ്മേളനത്തിന് ഞാൻ പോയിരുന്നു, ആ തറക്കല്ലിടൽ കർമ്മത്തിന് ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങളവിടെ കണ്ടില്ലല്ലോ എന്ന് നാം ഒരാളോട് പറയുന്നുവെങ്കിൽ നല്ല കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള വാക്കാണെങ്കിൽ അത് നല്ലതാണ്. കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പറച്ചിലുകൾ പാടില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദയോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നു. എന്താണ് മറുപടി പറയുന്നത്?
അതൊരു ചെറിയ മജ്‌ലിസല്ലേ, നിർബന്ധമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. എന്നല്ല, മറിച്ച് അബൂ ഉബൈദ, യു ആർ കറക്റ്റ്, താങ്കൾ പറയുന്നത് ശരിയാണ്. ആ മജ്‌ലിസ് അത് നിർബന്ധമുള്ള ഒരു ചടങ്ങൊന്നുമല്ലെങ്കിലും ആ മജ്‌ലിസിൽ ഞാൻ അവിടെ സംബന്ധിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, ഉസ്മാൻ, നീ മക്കയിൽ പോകണം, അവിടെ അടിയന്തരമായി പോകേണ്ട ഒരാവശ്യമുണ്ട്. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹിഷ്ണുതയും ക്ഷമയുമുള്ള താങ്കൾക്ക് കഴിയും. ആ ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ അഖബ ഉടമ്പടിയിൽ പങ്കെടുക്കാതെ ഞാൻ മക്കയുടെ പരിസരത്തേക്ക് പോയതാണ്. എൻ്റെ പ്രസൻസ്, ആബ്സെൻസിലും എൻ്റെ പ്രസൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോകാൻ കാരണം എനിക്ക് നബിയിൽ നിന്ന് സമ്മതം കിട്ടിയത് കൊണ്ടും നിർദ്ദേശം കിട്ടിയത് കൊണ്ടുമാണ്. അപ്പോൾ എവിടെയാണോ മുഅ്മിനീങ്ങൾ സംഗമിക്കുന്നത് അവിടെ എത്തുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടയാളമാണ്. ദീൻ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് സ്വഹാബത്തിൻ്റെ പതിവുകൾ മുഴുവനും അങ്ങനെയായിരുന്നു. എങ്ങോട്ടാണോ വരണം എന്ന് പറയുന്നു അപ്പോൾ അവിടെ ഓടി വരികയാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു വികാരമാണ് ബുഖാരി എന്ന ഈ സ്ഥാപനം. മർക്കസു സഖാഫത്തി സുന്നിയ, അതിൻ്റെ 38ാമത്തെ സനദ് ദാനവും സമ്മേളനവും ഫെബ്രുവരി 3 നടക്കുമ്പോൾ ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ അവിടെ ഓടിയെത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ, ഈ പരിസരത്തുള്ള ആളുകളുടെ ആവേശമായ ഈ സ്ഥാപനം, ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ, ഇവിടെ നടക്കുന്ന സനദ് ദാന പരിപാടിയിൽ എല്ലാറ്റിലും മുഅ്മിനീങ്ങൾ വരാനുള്ള കാരണം അതൊരു കാട്ടിക്കൂട്ടലല്ല. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഓരോ സംഗമവും അത് വിജയിപ്പിക്കൽ നമ്മുടെ കടമയാണ്. ആ ഒരു സ്ഥലത്ത് വരാത്തതിൻ്റെ വിഷയമാണ് അബൂ ഉബൈദ എന്ന സ്വഹാബി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മൈഗ്രേഷൻ നടക്കുന്ന ഘട്ടമാണ്. മക്കയിൽ പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ പോകുമ്പോൾ മദീനയിലെത്തിയാൽ അവിടെ സുരക്ഷിതത്വം ആരാണ് നൽകുക? ഞങ്ങൾ നൽകിക്കൊള്ളാമെന്ന് മദീനാവാസികളുടെ പ്രതിനിധികൾ മക്കയിൽ വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന ചടങ്ങായിരുന്നു അഖബ. ആ അഖബയിൽ സ്വഹാബത്ത് ഒരുമിച്ച് കൂടുകയാണ്. പതാക ഉയർത്തുമ്പോൾ, തറക്കല്ലിടുമ്പോൾ, ഉസ്താദുമാർ വരുമ്പോൾ, സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് വരുമ്പോൾ, സുലൈമാൻ ഉസ്താദ് വരുമ്പോൾ, നമ്മുടെ ആദരണീയരായ സാദാത്തുക്കൾ വരുമ്പോൾ അവിടെ ഓടിയെത്താൻ മുഅ്മിനായ മനുഷ്യൻ്റെ കൽബിലുണ്ടാകുന്ന ആഗ്രഹം അത് ഈമാൻ്റെ ഭാഗമാണ്. അത് ഈമാനാണ്. ഈമാൻ എന്ന് പറയുന്നത് അത് വലിയൊരു ലോകമാണ്. അൽ ഈമാനു യസീദു വയൻഖുസ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഒരു ഹെഡിങ് തന്നെ അങ്ങനെയാണ്. ഈമാൻ വർദ്ധിക്കും, അത് കുറയും. വർദ്ധിക്കുന്നത് എപ്പോഴാണ്? ഈമാനുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും അതുപോലെ ഹക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സംഘങ്ങളിൽ ചേരുന്നതും ക്ഷമ വർദ്ധിച്ചു കിട്ടാൻ ആവശ്യമായ മുഅ്മിനീങ്ങളോടുള്ള സുഹബത്തുമെല്ലാം ഈമാന്റെ ഭാഗമാണ്. അതിനെല്ലാറ്റിനും പുറമെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് അവൻ്റെ ശരീരത്തിൻ്റെ ശുദ്ധീകരണത്തെക്കാൾ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിനാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ഈ മജ്‌ലിസിൽ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ആഴ്ചയിലും കൊണ്ടോട്ടി ബുഖാരി ക്യാമ്പസിൽ ഓരോ ആഴ്ചയിലും നടക്കുന്ന ദിക്ർ, ആ ദിക്റിൻ്റെ വാർഷികം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ആത്മീയ സംഗമമെങ്കിൽ നമ്മുടെ നാടുകളിലുമെല്ലാമുള്ള ദിക്റിൻ്റെ മജ്‌ലിസുകളുടെ ഏറ്റവും വലിയ ഗുണം സാധാരണ മനുഷ്യന്
കാണാൻ കഴിയാത്ത ചില ന്യൂനതകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ചൂണ്ടിക്കാണിച്ചു തരാനോ തിരുത്തുവാനോ എല്ലാവർക്കും കഴിയുകയില്ല. അതേ സമയത്ത് ഈ സംസാരിക്കുന്ന എൻ്റെ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കറ, മഷിയുടെ കറയോ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമോ ഉണ്ടായാൽ നിങ്ങൾ സൗമനസ്യപൂർവം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയും, എന്താണത്, അതെന്താണ്? അത് വൃത്തിയാക്കുന്നില്ലെങ്കിൽ അത് കാണുന്നവരൊക്കെ ചോദിക്കത് എന്താണത്. അത് വൃത്തിയാക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അന്തർഭാഗത്ത് ആരും കാണാത്ത ഒരുപാട് ന്യൂനതകളും പോരായ്മകളുമുണ്ട്. ആ പോരായ്മകളിൽ നിന്ന് നമ്മൾ ആരും മുക്തരല്ല. മഹാന്മാരായ മഅസൂമുകളായ അമ്പിയാക്കളും മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളുമല്ലാത്ത എല്ലാവർക്കും ആ ന്യൂനതകൾ ഉണ്ട്. ആദ്യം പറയേണ്ടത് അവസാനം പറഞ്ഞു പോകുന്നത്, അവസാനം പറയുന്നത് ആദ്യം പറഞ്ഞു പോകുന്നത്, കിബ്റിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്, അസൂയ വെച്ച് പുലർത്തുന്നത്, ബിദ്അത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് എതിർപ്പ് തോന്നുന്നത്, ഇതൊക്കെയും ഖൽബിൻ്റെ തകരാറാണ്, ഖൽബിലുള്ള ചില പോരായ്മകളാണ്. ആ പോരായ്മകൾ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. പരിശുദ്ധമായ മക്കയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് നാം ഡോക്ടർമാരുടെ അടുത്ത് പോകാറുണ്ട്. എന്തിന്? ഒരു മാസക്കാലം മക്കയിൽ ഹജ്ജും ആയി ബന്ധപ്പെട്ട ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ശരീരത്തിനുള്ള പ്രതിരോധത്തിനാവശ്യമായ വല്ല മരുന്നും ഡോക്ടർ കുറിച്ചു തരുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, ആ മരുന്ന് കുറിച്ചു തരാൻ വേണ്ടി ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നവരുണ്ട്. കുറ്റമല്ല. കാരണം ചില രോഗങ്ങളുടെ മരുന്ന് അല്ലെങ്കിൽ പ്രിവെൻഷൻ, അതിനുള്ള വഴികൾ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. എന്നാൽ ഹജ്ജിന് പോകുന്നതിന് മുമ്പ്, യാത്ര പോകുന്നതിന് മുൻപ് ദുആവിന് ഉത്തരമുള്ളൊരു വ്യക്തിയെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, പറയുകയാണ്, എൻ്റെ അമലെല്ലാം ഖബൂലായി കിട്ടണം. ഞാൻ പോകുന്നത് വളരെ മഹത്വമുള്ള ഭൂമിയിലേക്കാണെങ്കിലും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഒന്നും മഹത്വമുള്ളതല്ല, ഒരുപാട് പോരായ്മയുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കാനുള്ള എല്ലാ വഴികളും എനിക്ക് പറഞ്ഞു തരണം. എന്നിട്ട് അവരെ സമ്മതം വാങ്ങിയിട്ടാണ് മക്കത്തേക്ക് പോകുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചു. ഹദീസിലുണ്ടല്ലോ അത്. അങ്ങനെ മഹാന്മാരുമായുള്ള ആ ബന്ധത്തിലൂടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ ദിക്റിന്റെ മജ്ലിസുകൾ. വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദു ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ആരെങ്കിലും റഹ്മാനായ അല്ലാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് തെറ്റിപ്പോയാൽ, അല്ലാഹുവിൻ്റെ ദിക്ർ ചൊല്ലലും പറയലും രണ്ടും മത്ലൂബ് തന്നെയാണ്. അല്ലാഹുവിനെ പറ്റിയുള്ള വിചാരങ്ങൾ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ തെറ്റ് ചെയ്യുകയില്ല. അല്ലാഹു അല്ലാഹു എന്ന വാക്ക് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഖൽബ് ശുദ്ധിയായി കിട്ടും. അത് രണ്ടും ഒരു വ്യക്തിയിലില്ല എങ്കിൽ നുഖയ്യിദു ലഹു ശൈത്താനൻ, അവൻ്റെ കാര്യം അവനെ പല വഴിയിലേക്കും കൊണ്ടുപോകുന്ന പിശാചിന് നാം അവൻ്റെ ശരീരത്തിൽ അധികാരം നൽകും. ഫഹുവ ലഹു ഖരീൻ, ആ പിശാച് പിന്നെ അവൻ്റെ കൂട്ടുകാരനായിരിക്കും. അവൻ്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്ർ അല്ലാത്ത മറ്റൊരു വഴിയും ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹുഹു ബുക്റതൻ വഅസീലാ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികത്തുഹു ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമാ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, വീടുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കടം, ഇങ്ങനെ എന്തെല്ലാം ബേജാറുകളാണ് ആധുനിക മനുഷ്യനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിൽ നിന്നെല്ലാമുള്ള മോചനത്തിനുള്ള വഴിയാണ് നിങ്ങൾ ധാരാളമായി ദിക്ർ ചൊല്ലുവീൻ. ഖുർആന്റെ ആഹ്വാനമാണ്. അവിടെ എണ്ണം പോലും പറഞ്ഞില്ല. ദിക്റൻ കസീറ, ധാരാളമായി നിങ്ങൾ ദിക്ർ ചൊല്ലുക. ആ ദിക്റുകളിലൂടെ ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു നിങ്ങളെ നയിക്കും. വകാന ബിൽ മുഅ്മിനീന റഹീമ, പരലോകത്ത് വലിയ ഗുണം ചെയ്യുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് ദിക്ർ ചൊല്ലുന്നവൻ വെറുതെ ആവുകയില്ല. ദിക്ർ ചൊല്ലുന്നവൻ്റെ മനസ്സിൽ ചിലപ്പോൾ ആ ദിക്റിൻ്റെ അർത്ഥം ഇല്ല എങ്കിൽ പോലും അവൻ്റെ നാവ് ആ ദിക്ർ കൊണ്ട് ശൊകലാകുന്നു എന്ന കാരണത്താൽ ആ മനുഷ്യൻ പരിശുദ്ധിയിലേക്ക് എത്തും. അങ്ങനെയുള്ള വലിയ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത് സുന്നത്തിയമയത്തിൻ്റെ അടയാളമാണ്. ബിദ്അത്തിന്റെ ആളുകൾക്ക് ദിക്ർ ഇല്ല, ദിക്ർ ഹൽക്കയുമില്ല. അവർക്ക് ഉള്ളത് വെറും ഭൗതികതയുടെ എടുത്തുചാട്ടങ്ങൾ മാത്രമാണ്. കോവിഡ് നടന്ന സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയ ഒരേ ഒരു മെഡിസിൻ ദിക്റായിരുന്നു. ശൈഖുന ഉസ്താദിന് രോഗമായ സമയത്ത് മുഅ്മിനീങ്ങൾ ഉപയോഗപ്പെടുത്തിയ ദിക്റും ദുആയുമായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള മുഴുവൻ വിജയത്തിൻ്റെയും കാരണം ദിക്ർ ദുആകൾ തന്നെയാണ്. അതിനിയും നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അള്ളാഹു നമ്മെ കൈവിടുകയില്ല. ഹദീസിൽ പറയുന്നു, അദ്ദുനിയ കുല്ലുഹാ മൽഊൻ, ഈ ഭൗതിക ലോകം മുഴുവനും ലഅനത്തിന് വിധേയമാണ്. ലഅനത്ത് കിട്ടുന്നതാണ് എല്ലായിടത്തും ഉള്ളത്. ഈ ദുനിയാവ് മുഴുവനും അങ്ങനെയാണ്. ഈ ദുനിയാവിൻ്റെ സ്വഭാവം വഞ്ചിക്കുന്ന സ്വഭാവമാണ്. നാം സഞ്ചരിക്കുന്ന വണ്ടി ഒരു ദിവസം നമ്മെ കൊന്നേക്കാം. ആ വണ്ടി അപകടത്തിൽ കുടുങ്ങുമ്പോൾ നാം വളരെയധികം സംരക്ഷിച്ചു കൊണ്ട് നടന്ന ആ വണ്ടി നമ്മെ ഒരു ദിവസം അത് കൊല്ലുകയാണ്, വാഹനാപകടം ഉണ്ടാവുകയാണ്. അല്ലാഹു തആല കാക്കട്ടെ. നാം വളരെയധികം ഇഷ്ടപ്പെടുന്ന പലരും ഒരുപക്ഷെ നമ്മെ വഞ്ചിച്ചേക്കാം. അതാണ് ദുനിയാവ്. മതാഉദ് ദുനിയ ഖലീൽ, ഈ ദുനിയാവിൻ്റെ സുഖം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഖുർആൻ അത് പല സ്ഥലങ്ങളിലായി പറഞ്ഞു. മതാഉദ് ദുനിയ ഖലീൽ, ദുനിയാവ് മുഴുവനും അത് താൽക്കാലികമാണ്. എന്നാൽ എപ്പോഴും നമ്മളെ കൂടെയുള്ള ഈ ദുനിയാവിൽ നമ്മളെ സഹായിക്കുന്ന 4 ഘടകങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞു. ഏതാണ്? അദ്ദുനിയ കുല്ലുഹാ മൽഊൻ ഇല്ലാ ദിക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ അതൊരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയില്ല, നിങ്ങളെ രക്ഷിക്കും. ആ ദിക്ർ മാത്രമല്ല, വമൻ വാലാഹു, ആ ദിക്ർ ചൊല്ലുന്ന ആളുകളും ഈ ദുനിയാവിൽ ഭാഗ്യമുള്ളവരാണ്. ദിക്റിൻ്റെ ബന്ധപ്പെട്ട ദിക്ർ നടത്തുന്ന ആളുകൾ, ദിക്റിൻ്റെ സംഘാടകർ, അത് ചൊല്ലുന്ന ആളുകൾ, അവരും വിജയിക്കും. ഔ ആലിമൻ, പിന്നെ നിങ്ങളെ രക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ആലിമീങ്ങളാണ്. നിങ്ങളുടെ അധ്വാനം കൊണ്ട്, നിങ്ങളെ സഹായം കൊണ്ട് അവർ വളർന്നു. നിങ്ങൾ നൽകുന്ന തകാഫുലും അല്ലാതെയുമുള്ള സഹായങ്ങൾ കൊണ്ട് മുതഅല്ലിമീങ്ങൾ വളർന്നു. ആ മുതഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും സഹായിച്ചത് വെറുതെ ആവുകയില്ല. നാളെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് അവർ കൊണ്ടുപോകും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവർകളെ ഒരാൾ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4 നിബന്ധനകൾ പറഞ്ഞു. ഒരു നിബന്ധന, എന്നെ നിങ്ങൾ വിളിച്ചോളൂ, പക്ഷേ എൻ്റെ പതിവായ ചിട്ടകൾക്കൊന്നും തടസ്സം ഉണ്ടാവാത്ത രൂപത്തിൽ നിങ്ങൾ എന്നെ വിളിക്കാവൂ. മറ്റൊന്ന്, നിങ്ങൾ എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഏതോ അതാണ് നിങ്ങൾ എനിക്ക് തരേണ്ടത്. 3, നിങ്ങൾ എന്നെ സൽക്കരിക്കുമ്പോൾ എന്നെ സൽക്കരിക്കാൻ വേണ്ടി നിങ്ങൾ കടം വാങ്ങരുത്, പിന്നെ നിങ്ങളത് വീട്ടാൻ ബുദ്ധിമുട്ടാവും. 4, നിങ്ങൾ എനിക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ നിങ്ങളെ വീട്ടിലുള്ള മക്കൾക്കും അതേ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം. എനിക്ക് മാത്രം തന്ന് നിങ്ങളെ മക്കൾക്ക് കൊടുക്കാതെ എന്നെ നിങ്ങൾ തീറ്റരുത്. ഈ 4 കാര്യവും പൂർത്തിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ ആ സഹോദരൻ അലി ഇബ്നു അബീ ത്വാലിബിനോട് ചോദിച്ചു, ഇതൊക്കെ ഞാൻ പൂർത്തിയാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ അലിയാർ പറഞ്ഞ്, ബേജാറാവണ്ട, ഇൻഷാ അല്ലാഹ് ഇതിന് പ്രതിഫലമായി നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇൻഷാ അല്ലാഹ് ഈ സാധുവായ അലി നാളെ സ്വർഗത്തിലെത്തിയാൽ
നിങ്ങളെ കൈപിടിച്ച് ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആലിമീങ്ങളോട് മുതഅല്ലിമീങ്ങളോടുള്ള മഹബത്താണ്. ഈ ബുഖാരി എന്ന ഈ സ്ഥാപനം മുതൽ ഈ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും വിജയം, ഒരുപാട് എതിർപ്പുകളും പ്രയാസങ്ങളും ഉണ്ടായ സമയത്ത് ദുനിയാവിൻ്റെ ഒന്നും ആഗ്രഹിക്കാതെ എത്ര ആളുകളാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ അണിചേർന്നത്. അൽഹംദുലില്ലാഹ്. ഇന്ന് അവർക്ക് മുഴുവനും അഭിമാനിക്കാവുന്ന രൂപത്തിൽ സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ പ്രഖ്യാപനവും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കുകയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഈ കിട്ടിയ സുഖം ഇവിടെ നിന്നു പോകാതെ നാളെ പരലോകത്തും വിജയം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിൻ്റെ സാരഥികളിൽ നിന്ന്, അതുപോലെ പ്രവർത്തകരിൽ നിന്ന്, കൊണ്ടോട്ടിയിലും പരിസരങ്ങളിലുമുള്ള നല്ലവരായ സഹോദരന്മാരിൽ നിന്ന്, സഹോദരികളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ പരിപാടികൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം.